നിങ്ങൾ കണ്ടതെല്ലാം പോയി. ഇനി കാണാൻ പോകുന്നതാണ് നിജം. മലൈക്കോട്ടെ വാലിബൻ. ലാലേട്ടൻ്റെ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ഈ മാസം 25-ാം തീയതി ഇറങ്ങാൻ പോകുന്ന സിനിമ ഒരു മാസ് പടാണോ ക്ലാസ് പടാണോ എന്നുള്ള ടോക്ക് കാര്യങ്ങളൊക്കെ ഒരു വലിയ രീതിക്കുള്ള സീരിയസ് ആയിട്ടുള്ള ടോക്കാണ്. അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകൾ കാണാനായിട്ട് പറ്റിയായിരുന്നു. ഒരു വളരെ റോ സിനിമയാണ്. ഇതിലെല്ലാം ഉണ്ട്. ഫൈറ്റ് ഉണ്ട്, ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, ആക്ഷൻ, പിന്നെ എന്താണ് കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, മ്യൂസിക് ഉണ്ട്, എല്ലാം ചേർന്ന ഒരു മാസ് എന്റർടൈനർ. യഥാർത്ഥത്തിൽ ഇതൊരു മാസ് പടാണോ അതൊരു ക്ലാസ് പടാണോ ഇനി അടുത്തൊരു മരക്കാരാണോ അതോ മറ്റൊരു ഗംഭീരമാണ് ബ്രഹ്മാണ്ഡ പടമാണോ എന്നുള്ള 100 കൂട്ടം ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടി നമ്മൾ കുറച്ച് തിയറികളുടെ ബേസിസിലും ഇതുവരെ വന്നേക്കുന്ന ഇന്റർവ്യൂകളുടെ ബേസിസിലും ഇപ്പോൾ വന്നേക്കുന്ന ഒരു ലീക്ഡ് ഇമേജിന്റെ ഒരു അടിസ്ഥാനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. കാരണം ഓൾറെഡി ട്വീറ്റ് ചെയ്യപ്പെട്ടേക്കുന്ന ഒരുപാട് പേര് ഡിസ്കസ് ചെയ്തേക്കുന്ന ഒരു ലീക്ഡ് പിക്ചർ തന്നെയാണ്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് ഡൊണാൾഡ് എന്നാണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. മലൈക്കോട്ടെ വാലിബൻ 2 മണിക്കൂർ 40 മിനിറ്റിന്റെ സിനിമയാണ്. മലൈക്കോട്ടെ വാലിബൻ എന്നുള്ള കാര്യം ഒഫീഷ്യലി കൺഫേം ആയിക്കാണ്. സെൻസറിംഗ് എല്ലാം പൂർത്തിയെന്നുള്ള ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഒന്ന് കേൾക്കാനായിട്ട് പറ്റിയായിരുന്നു. ഈ സിനിമയെ കുറിച്ച് ആദ്യം തന്നെ വന്നിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 1.25 മണിക്കൂറോളാണ് ഈ സിനിമ ഉള്ളതെന്നുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ മലയാളത്തിൽ ഈ സിനിമ വരുന്ന സമയത്ത് 2 മണിക്കൂർ 40 മിനിറ്റ് ആയിട്ടാണ് ഈ സിനിമ വരാനായിട്ട് പോകുന്നത്. ബേസ്ഡ് ഓൺ ദി ഇവന്റ്സ് ആൻഡ് ഫാക്ട്സ് മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്നത് ലാലേട്ടന്റെ തന്നെ കരിയറിലെ ഏറ്റവും വലിയ സിനിമകളിൽ ഒന്നായിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോഴത്തെ പ്രഡിക്ഷൻ പ്രകാരം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ബിക്കോസ് കേരള ബോക്സ് ഓഫീസിൽ മലയാള സിനിമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഓപ്പണിംഗ് ആയിരിക്കും ഈ സിനിമയ്ക്ക് കിട്ടാന്നുള്ളൊരു കാര്യമാണ് ഇതിനെ കമേഴ്ഷ്യലി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഞാൻ ഈ ട്രെയിലർ കാണുന്ന സമയത്തും ഇതിന്റെ ടീസർ കാണുന്ന സമയത്തും മറ്റ് എല്ലാവിധ വീഡിയോസുകൾ കാണുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയുടെ ലാംഗ്വേജ്, ലാലേട്ടൻ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ആക്ച്വലി തമിഴ് ലാംഗ്വേജ് ആണ്. ലാലേട്ടൻ ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് തമിഴ് ഭാഷയാണ്. മലയാളം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹം പറയുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് തമിഴായിട്ട് തന്നെയാണ് കാണാൻ വരുന്നത്. മലൈക്കോട്ടെ എന്ന് പറയുന്ന ഒരു സ്ഥലം എവിടെയാണെന്നൊരു കാര്യം നമ്മളൊരു ഡീകോഡിങ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമായിരുന്നു. തമിഴ്നാട്ടിലുള്ള ഒരു സ്ഥലമാണ്. തിരുച്ചിറപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്ന ഒരു ഏരിയയാണ് ഈ മലൈക്കോട്ടെ എന്ന് പറയുന്ന ഒരു സ്ഥലം. ഈ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ഈ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിന്റെ ഒരു ഇമേജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മലയോര പ്രദേശം തന്നെയാണ് നമുക്ക് കാണാൻ വരുന്നത്. മല ഏരിയ ആണ് കാണാൻ വരുന്നത്. തമിഴ്നാട്ടിലുള്ള ഒരു കഥാപാത്രമാണ് മലൈക്കോട്ടെ വാലിബൻ എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു സ്ഥലം എന്ന് പറയുന്ന സമയത്ത് തമിഴ്നാട് കണക്ട് നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. ലാലേട്ടൻ സംസാരിക്കുന്ന ഭാഷകൾ ഒരുപാട് തമിഴിന്റെ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. സോ ഇദ്ദേഹത്തിന് തമിഴ്നാടുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ളൊരു കാര്യം പറയാനായിട്ട് പറ്റില്ല. പക്ഷേ ട്രെയിലർ കാണുന്ന സമയത്ത് നമ്മൾ ഈ ട്രെയിലറിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കളർ ടോണുകളാണ് നമുക്ക് ശരിക്കും കാണാനായിട്ട് വരുന്നത്. ബ്രിട്ടീഷുകാരുടെ രംഗം മറ്റും കാണിക്കുന്ന സമയത്ത് റെഡ് കളറും അതുപോലെ തന്നെ ലാലേട്ടന്റെയും മറ്റും ഈ ഒരു ഗ്രൂപ്പിന്റെ ഓരോ സീൻ കാണിക്കുന്ന സമയത്ത് യെല്ലോ കളറാണ് നമുക്ക് കാണാനായിട്ട് കാണാൻ വരുന്നത്. ഇപ്പോൾ ഹോളി പോലുള്ള ഒരു ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ ഒരു സെലിബ്രേഷൻ ഒക്കെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കളേഴ്സുകളൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റില്ല. അതായത് നോർത്തിൽ കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന ഒരു സെലിബ്രേഷന്റെ ഭാഗമാണോ ഇവർ ഈ കാണിക്കുന്ന സംഭവങ്ങൾ എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിച്ചേക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് സ്റ്റഡി ചെയ്യുന്ന സമയത്താണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടി പറ്റിയത്. ലാലേട്ടന്റെ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലറിനകത്ത് വന്നിരിക്കുന്ന ഈ ഒരു സീൻ കാണുന്ന സമയത്ത് ഇതിനകത്ത് കാണിച്ചേക്കുന്ന ഈ മാസ്കുകളെ പറ്റി ഇങ്ങനെ അന്വേഷിച്ച് പോകുന്ന സമയത്താണ് ഈ മുഖമൂടികളെ എവിടെയോ കണ്ടു മറന്നിട്ടുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റിയത്. അങ്ങനെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകുന്ന സമയത്താണ് ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റിയത്. ആസാമിൽ നടന്നു പോകുന്ന ഒരു ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് വരുന്ന മുഗാസ് എന്ന് പറയുന്ന ഫേസ് മാസ്കുകളാണെന്ന് കൂടെ കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. ബാമ്പ് പോലെയുള്ള മരങ്ങളിൽ നിന്നും അങ്ങനെയുള്ള സാധനങ്ങളിൽ നിന്നും മുറിച്ചുണ്ടാക്കുന്ന മാസ്കുകളാണെന്ന് കൂടെ കാണാനായിട്ട് വരുന്നത്. വുഡൻ മാസ്കുകളാണ്. പല രൂപത്തിലും ഭാവത്തിലായിട്ട് ഈ മാസ്കുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. മഹാഭാരതയുടെ ഒക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് അതിൽ നിന്നുള്ള ക്യാരക്ടേഴ്സിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് സംഭവങ്ങളും ഒരുപാട് തരത്തിലുള്ള മാസ്കുകളും പല സൈസിലും പല ഷേപ്പിലുള്ള മാസ്കുകളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ എന്നെ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മാസ്ക് തന്നെയായിരുന്നു. ഈ മാസ്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ ആസാമിൽ യൂസ് ചെയ്യപ്പെടുന്ന ഒരു ഫെസ്റ്റിവൽ യൂസ് ചെയ്യുന്ന ഒരു മാസ്ക് തന്നെയാണ്. അപ്പോൾ തമിഴ്നാട്ടിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ക്യാരക്ടറിന് എങ്ങനെയാണ് ആസാമിൽ ഒരു കണക്ട് വരാന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സിനിമ എവിടെയാണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാരൊക്കെ നിൽക്കുന്ന ഒരു ഏരിയയിലാണ് ഈ സിനിമയുടെ ഒരു കോർ എലമെന്റ് കിടക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നുണ്ട്. ബ്രിട്ടീഷുകാർ നിൽക്കുന്ന ഒരു സ്ഥലം എവിടെയാണെന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർത്തിലുള്ള ഒരു സ്ഥലം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ വളരെയധികം മണലും മറ്റൊക്കെയുള്ള ഒരു ഏരിയകൾ നമുക്ക് കാണാൻ വരുന്നത്. മലൈക്കോട്ടെ വാലിബന്റെ പല പോസ്റ്റേഴ്സുകൾ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടീസർ മറ്റൊക്കെ എടുത്ത് നോക്കുന്ന സമയത്തും ഇത് മരുഭൂമി പോലുള്ള സ്ഥലം എന്നുള്ളൊരു കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വരുന്നുണ്ട്. എന്തായാലും തമിഴ്നാടല്ല, മരുഭൂമി പോലുള്ള ഒരു സ്ഥലം എന്നുള്ളൊരു കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വരുന്നുണ്ട്. ആ ഒരു മണലാരുടെയും മറ്റൊക്കെ കാണുന്ന സമയത്ത് ഒരു ഡെസേർട്ട് ആണെന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വരുന്നുണ്ട്. അത് പ്രകാരം വെച്ച് നോക്കുന്ന സമയത്ത് ഇത് രാജസ്ഥാനിൽ വെച്ച് നടക്കുന്ന ഒരു കഥയാണെന്ന് കൂടി നമുക്ക് പറയാനായിട്ട് പറ്റും. കാരണം രാജസ്ഥാനിൽ ബ്രിട്ടീഷുകാരുടെ റൂളിംഗ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊളോണിയൽ കാലഘട്ടത്തിന്റെ സമയത്ത്, അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ രാജസ്ഥാൻ ഭരിച്ചിരുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ ഒഫീഷ്യലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഹിസ്റ്ററിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാർ രാജസ്ഥാൻ ഭരിച്ചിരുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നുണ്ട്. അവർ ഒരുപാട് പേരെ ചൂഷണം ചെയ്തിരുന്നുള്ള കാര്യങ്ങളും ഹിസ്റ്ററിയിൽ പറയുന്നതായിരുന്നു കേൾക്കാൻ വരുന്നുണ്ട്. സോ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ഒരു സിനിമ നമ്മൾ കാണാൻ പോകുന്ന സമയത്ത് എന്താണ് ഇതിനകത്തുള്ള ഒരു സംഭവം എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന തമിഴ്നാടിന്റെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ക്യാരക്ടർ
പല സ്ഥലത്തിലൂടെ യാത്ര ചെയ്ത് പോകുന്ന ഒരു ക്യാരക്ടർ ആവാനായിട്ടുള്ള ചാൻസ് എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇയാളൊരു ജാലവിദ്യക്കാരനായിരിക്കാം, അതല്ലെങ്കിൽ ഇയാളൊരു ഗുസ്തിക്കാരനായിരിക്കാം, മേ ബി ഇത് രണ്ടുമായിരിക്കാം എന്നുള്ളൊരു കാര്യം നമുക്ക് അനുമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഇദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്തു പോകുന്ന സമയത്തായിരിക്കാം ഒരു പക്ഷേ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ പെട്ടുകിടക്കുന്ന ഈ കൂട്ടം ആളുകളെ പറ്റി അറിയുന്നതും കാണുന്നതും. ഇവരുടെ ഒപ്പം ചേർന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ രക്ഷകനായിട്ട്, അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ നിൽക്കുന്ന ജനങ്ങളുടെ രക്ഷകനായിട്ട് നിൽക്കുന്ന ഒരു വാലിബൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം വരുന്നതായിരുന്നു കാണാൻ പറ്റുന്നത്. ഇവിടെ ഈ ഒരു ട്രെയിലറിനകത്ത് തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ജനങ്ങളോട് കൂടി നിൽക്കുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. ഈ ജനങ്ങളെല്ലാവരും വാലിബനെയാണ് വിളിക്കുന്നതായിരുന്നു കാണാൻ വരുന്നത്. ഈ അടുത്തിടെ വന്നേക്കുന്ന ലാലേട്ടന്റെ ഒരു ലീക്ഡ് ഇമേജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയിൽ വന്നേക്കുന്ന ലീക്ഡ് ഇമേജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇദ്ദേഹത്തിന്റെ ഒരു സീൻ കാണുന്ന സമയത്ത് ഇതൊരു മരക്കാർ വൈബ് പോലൊക്കെ ചെറിയ രീതിക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. കാരണം ഇദ്ദേഹം അവിടെ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. ഒരുപാട് ആഹാരം കഴിക്കുന്ന ഒരു കഥാപാത്രമാണ് മലൈക്കോട്ടെ വാലിബൻ എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വരുന്നുണ്ട്. അതായത് ഒരുപാട് ആഹാരം കഴിക്കുന്ന ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അത്രയധികം ശക്തിയുള്ള വളരെയധികം ഭീമാകാരനായിട്ട് ഒരു മനുഷ്യൻ തന്നെയായിരിക്കും മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്നത്. ഒരു ഡ്രാമ രീതിയിൽ ഈ സിനിമ പറയപ്പെടാനാണ് ചാൻസ് ഉള്ള ഒരു കാര്യം എനിക്ക് തോന്നുന്നത്. പക്ഷേ അങ്ങനെ പറയുന്ന സമയത്ത് ഈ സിനിമയ്ക്കകത്ത് മാസ് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെല്ലാം ഉണ്ട്. ഫൈറ്റ് ഉണ്ട്, ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, ആക്ഷൻ, പിന്നെ എന്താണ് ദേഷ്യം, പ്രണയം, അസൂയ, ഇത് ശരിക്കും ഒരു ആക്ഷൻ മൂവിന്റെ തുടക്കം എന്നുള്ള രീതിയിലുള്ള സ്റ്റില്ലിന്, ഇതൊക്കെ സ്റ്റില്ലിന് വേണ്ടി മാത്രം എടുക്കുകയാണോ അതോ അല്ല ഫൈറ്റിന്റെ ഭാഗമായിട്ടുള്ള നമ്മൾ അങ്ങനെ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സീൻ ആക്ച്വലി സിനിമയിൽ സംഭവിച്ചേക്കുന്ന ഷോട്ടിനകത്ത് നിർത്തേക്കുന്ന ഒരു ഷോട്ട്, അതല്ലെങ്കിൽ അതിൽ നിർത്തേക്കുന്ന ഒരു പോസ്റ്റർ എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മൾ മുമ്പ് ഡീകോഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയ്ക്കകത്തുള്ള യഥാർത്ഥ സംഭവങ്ങളുടെ ഷോട്ട് തന്നെയാണ് ഇതിനകത്തുള്ള ഓരോ പോസ്റ്റേഴ്സ് എന്നുള്ള കാര്യം നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞിരുന്നു. ട്രെയിലർ കാണുന്ന സമയത്തും ആ പോസ്റ്ററിനകത്തുള്ള പല രംഗങ്ങളും ഈ ഒരു ട്രെയിലറിനകത്ത് കാണാൻ സാധിച്ചിരുന്നു. അത് പ്രകാരം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഈ യുദ്ധത്തിന് പുറപ്പെടാൻ നിൽക്കുന്ന സമയത്ത് ഉള്ളൊരു ഷോട്ട് തന്നെയാണ് ഈ ഒരു ഷോട്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു മാസ് ആൻഡ് ക്ലാസ് സിനിമ എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാൻ പറ്റും. കാരണം ഡ്രാമാറ്റിക് ഫീൽഡിൽ പോകുന്ന ഒരു സിനിമയാണെന്നുള്ളൊരു കാര്യം നമുക്ക് ഫസ്റ്റ് തന്നെ പറയാം. ഒരുപാട് സ്ഥലത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന ഈ ഒരു യാത്ര, അതായത് ഈ ഒരു കഥാപാത്രം യാത്ര ചെയ്യുന്ന രംഗങ്ങളും മറ്റൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. കാരണം പല സ്ഥലങ്ങളുടെയും പല ഫെസ്റ്റിവലിന്റെ ഇൻഫ്ലുവൻസ് ഈ ഒരു ക്യാരക്ടറിലെയും ഇതിനകത്ത് വരുന്ന പല സന്ദർഭങ്ങളും നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. കാരണം മലൈക്കോട്ടെ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലുള്ള ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ രാജസ്ഥാനിൽ നടക്കുന്ന ഒരു ഏരിയയിലാണ് ഈ കഥ ആക്ച്വലി സംഭവിക്കുന്നതായിട്ട് കാണാൻ വരുന്നത്. പക്ഷേ അവിടെ ആസാമിന്റെ ഇൻഫ്ലുവൻസ് ഉള്ള രീതിക്ക് ആസാമിൽ നടക്കുന്ന സെലിബ്രേഷൻസ് മറ്റൊക്കെ നമുക്ക് കാണാൻ വരുന്നുണ്ട്. സോ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു കഥാപാത്രമാണ് ഇദ്ദേഹം എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വരുന്നുണ്ട്. ആചാരബാഹുവായിട്ടൊരു കഥാപാത്രമാണ് ഇദ്ദേഹം എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വരുന്നുണ്ട്. കാരണം ഇദ്ദേഹം ഒരുപാട് ഭക്ഷണം മറ്റൊക്കെ കഴിക്കുന്ന വലിയ ഒരു മനുഷ്യനാണെന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വരുന്നുണ്ട്. അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്തും ഈ ഒരു സീൻ ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്തും ഇത് യഥാർത്ഥ ഷോട്ടിൽ നിന്ന് എടുത്തേക്കുന്ന ഒരു പോസ്റ്റർ എന്നൊക്കെ പറയുന്ന സമയത്തും ആചാരബാഹുവായിട്ടുള്ള ഒരു മനുഷ്യൻ ഇവിടെ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യുന്നതും ഒരു ഗുസ്തിക്കാരനുമാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വരുന്നുണ്ട്. സോ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്നത് ഒരു വിഷ്വൽ ട്രീറ്റ് ആയിട്ടുള്ള ഒരു മാസ് ആൻഡ് ക്ലാസ് പടമായിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ട്രെയിലറിനകത്തുള്ള ഓരോ സീൻ കാണുന്ന സമയത്തും എനിക്ക് അങ്ങനെയാണ് ആക്ച്വലി ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്. അല്ല, സാധാരണ നമ്മുടെ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രംഗങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷെ എന്നാൽ ഒരു സത്യം പറയാം, ഈ സിനിമയിൽ അങ്ങനത്തെ ഒരു കാര്യവും കാണിച്ചിട്ടില്ല. നിങ്ങൾ കണ്ടതെല്ലാം പോയി. ഇനി കാണാൻ പോകുന്നതാണ് നിജം. ഇനി കാണപ്പോവത് നിജം എന്ന് പറയുന്ന പോലെ ഇതുവരെ കണ്ടേക്കുന്ന ട്രെയിലർ അല്ല മൊത്തം സിനിമ എന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ദിസ് വിൽ ബി ദ ഫസ്റ്റ് എവർ മലയാള സിനിമ ടു ഹാവ് എ ഡിഫറെന്റ് ട്രെയിലർ ഫ്രം ദ ഡിഫറെന്റ് മൂവി എന്നുള്ളൊരു കാര്യമാണ് പറയാനായിട്ട്. കാരണം ഇതുവരെ വന്നേക്കുന്ന എല്ലാ സിനിമകളും മലയാള സിനിമകളും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സിനിമയുമായിട്ട് കണക്ട് ചെയ്യുന്ന ട്രെയിലർ മറ്റൊക്കെയാണ് നമുക്ക് ആക്ച്വലി കാണാൻ പറ്റാറുള്ളത് അല്ലേ. പക്ഷേ ഇദ്ദേഹം പറയുന്നത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ കാണിച്ചിരിക്കുന്ന ട്രെയിലറിനകത്ത് കാണിച്ചിരിക്കുന്ന സംഭവമേ അല്ല ഈ ഒരു സിനിമ എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും എന്നൊരു കാര്യം ഞാനും ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്ത് നോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു കാര്യം 90% ഈ സിനിമ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ട്രെയിലറിനകത്തുള്ള പല സംഭവങ്ങളും ഈ സിനിമയ്ക്കകത്ത് തന്നെ എടുത്തേക്കുന്ന ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഒരു ട്രെയിലറിന് വേണ്ടി മാത്രമായിട്ടൊരു ഷോട്ട് ഇത്രയും ഗംഭീരമായിട്ട് ചെയ്തു വെക്കുന്ന ഒരു കാര്യം എനിക്ക് തോന്നില്ല. ആൻഡ് പോസ്റ്റേഴ്സുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ആൾ അടക്കം പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ സിനിമയ്ക്കകത്ത് എടുത്തേക്കുന്ന ഒരു പോസ്റ്റർ എന്നുള്ള കാര്യമൊക്കെ തന്നെയാണ്. സോ ഇത് യഥാർത്ഥത്തിൽ പല കാര്യങ്ങളും ഈ ഒരു ട്രെയിലറിനകത്തുള്ള സംഭവം തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ ഇതിന്റെ അപ്പുറത്തോട്ട് എന്തെങ്കിലും സർപ്രൈസ് ആയിരിക്കും ഒരു പക്ഷേ ലാലേട്ടൻ ഉദ്ദേശിച്ചിട്ടുണ്ടാകുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നത്. ഈ മാസം 25-ാം തീയതി ഈ സിനിമ ഇറങ്ങാനായിട്ട് പോവാണ്. നിങ്ങൾ ഇതിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തെന്നുള്ളൊരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്. കാരണം ഒരുപാട് പേര് ഇതിന്റെ ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിക്ക് ടിക്കറ്റ് സെയിൽ മറ്റൊക്കെ നടക്കുന്നുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിക്കുന്ന ഫസ്റ്റ് ഡേ കളക്ഷൻ നേടിക്കുന്ന മലയാള സിനിമയായിട്ട് മാറാനായിട്ട് ചാൻസ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇതുവരെയുള്ള പ്രഡിക്ഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം നല്ല രീതിയിലുള്ള ബുക്കിംഗ് മറ്റൊക്കെ നടക്കുന്നുണ്ട്. കേരളത്തിന്റെ അകത്ത് മാത്രമല്ല, കേരളത്തിന്റെ പുറത്താണെങ്കിലും ഇന്ത്യയുടെ പുറത്താണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള ബുക്കിങ്ങുകളും മറ്റും കാണാൻ പറ്റുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഈ സിനിമയാണ് അവിടെ ആദ്യമായിട്ട് റിലീസ് ചെയ്യപ്പെട്ടേക്കുന്ന മലയാള സിനിമ എന്നുള്ള ക്രെഡിറ്റ് കൂടി മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ആക്ച്വലി ലഭിച്ചിട്ടുണ്ട്. സോ എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ എന്നുള്ളൊരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേരിലോട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകൾ എല്ലാം കൂടി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീൻ ടൊണാൾഡ് സെബാസ്റ്റ്യൻ സൈനിങ് ഔട്ട്.